ഹലോ, വെൽക്കം ബാക്ക് ടു PSCയുടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS IDC പരീക്ഷകളിൽ പ്രധാനമായും ചോദിക്കുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സമയങ്ങളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് വൺ, കേരളത്തിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതിയാണ് ഹരിതാലയം. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതിയാണ് ഹരിതാലയം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ദം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ദം. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ബട്ടർഫ്ലൈസ്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം. ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിൽ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഡെങ്കിപ്പനി. അപ്പോൾ ഡെങ്കിപ്പനിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന് പറയുന്നത്. കൊല്ലത്ത് ഇതിന്റെ ബ്രേക്ക് ദ ചെയിൻ എന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രമായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചത് നെയ്യാർ ഡാമിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനാണ്. കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലവിൽ ചെയ്യുന്നതും എവിടെയാണ്? ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലവിൽ ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായ നാഷണൽ ക്വാളിറ്റിയും കിട്ടിയത് നെയ്യാർ ഡാമാണ്. അത് കണക്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വിഷവിമുക്ത പച്ചക്കറി വ്യാപിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ജീവനി. അപ്പോൾ വിഷവിമുക്ത പച്ചക്കറി വ്യാപിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ജീവനി എന്ന് പറയുന്നത്. അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. സംസ്ഥാന വിമുക്തി സെല്ലുമായി സഹകരിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, VHSE നാഷണൽ സർവീസ് സ്കീം എന്നിവ സംഘടിപ്പിച്ച സൈക്ലത്തോടാണ് ശരിയോരം. സംസ്ഥാന വിമുക്ത സെല്ലുമായി സഹകരിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, VHSE നാഷണൽ സർവീസ് സ്കീം എന്നിവ സംഘടിപ്പിച്ച സൈക്ലത്തോണാണ് ശരിയോരം. കേന്ദ്ര സർക്കാരിന്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിൽ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? അമ്മയും കുഞ്ഞും. കേന്ദ്ര സർക്കാരിന്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിന്റെ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? അമ്മയും കുഞ്ഞും. പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിന്റെയും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. കേരളത്തിലെ പട്ടികവർഗ്ഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. കേരളത്തിലെ പട്ടികവർഗ്ഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. കേരളത്തിലെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ് ആണ് കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. കേരളത്തിലെ കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ മൂലം അവശതകൾ അനുഭവിക്കുന്ന നിർധരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച ഫണ്ടാണ് എന്ന് പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നിവ മൂലം അവശതകളേൽക്കുന്ന നിരതരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച ഫണ്ടാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം മുതലായ രോഗങ്ങൾക്കുള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന പ്രത്യേക ചികിത്സാ പദ്ധതിയാണെന്ന് പറയുന്നത് ചീസ് പ്ലസ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കേരള സർക്കാർ ആയുർവേദ, യുനാനി, ഹോമിയോ സംയോജിത പദ്ധതിയാണ് ആയുഷ് എന്ന് പറയുന്നത്. ചീസ് പ്ലസ് പദ്ധതിയുടെ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം മുതലായ മാരക രോഗങ്ങളുള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായ തുക എന്ന് പറയുന്നത് 70,000 രൂപയാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവർക്കായി വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത്.
മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെയർ എയ്ഡ്സ് ആൻഡ് റിലീഫ് ഫോർ എൽഡേഴ്സ്. കെയർ എയ്ഡ്സ് ആൻഡ് റിലീഫ് ഫോർ എൽഡേഴ്സ് എന്ന് പറയുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും കിടപ്പ് രോഗികൾക്കും തീവ്ര മാനസിക രോഗികൾക്കും എന്നിവർക്കും ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോ അമൃതം. പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോ മധുരം. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ കേരള നഗരച്ചേരിക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ്. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ആശ്വാസകിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ആശ്വാസകിരണം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായി സർക്കാർ പദ്ധതിയാണ് ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ധ്വനി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആരോഗ്യകിരണം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. പകർച്ചവ്യാധികൾക്കെതിരായുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സർക്കാർ ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരായുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സർക്കാർ ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനോടൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. കേരളത്തിൽ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ന്യൂമോണിയ വാക്സിനാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ന്യൂമോണിയ വാക്സിനാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കുന്നതിനായി തൃശൂർ ജില്ല ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി തൃശൂർ ജില്ല ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുന്ന സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുന്നവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്കും സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി.
കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പ് പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പ് പദ്ധതിയാണ് മൃഗസഞ്ജീവനി. മൃഗസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ. വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ. ഇനി കോവിഡ് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. COVID-19 രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ബ്രേക്ക് ദി ചെയിൻ. COVID-19 രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ബ്രേക്ക് ദി ചെയിൻ. കേരള സർക്കാർ ലോക്ക്ഡൌൺ ഭാഗികമായി പിൻവലിച്ച സമയത്ത് കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം തുടരണം ഈ കരുതൽ. COVID-19 പ്രതിരോധിക്കാൻ മാസ്ക് ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ക്യാമ്പയിനാണ് മാസ്ക് ഇൻ ദ മാസ്ക്. ലോക്ക്ഡൌൺ കാലയളവിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. ലോക്ക്ഡൌൺ കാലയളവിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് സ്വാസ്ഥ്യം. ലോക്ക്ഡൌൺ കാലയളവിൽ ആവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭിക്കാൻ സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. കോവിഡ് രോഗികൾക്ക് ആശുപത്രിയിൽ വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് പത്തനംതിട്ടയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രം ഹോം. ടാറ്റ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ കേരളത്തിൽ ചൈനീസ് മാതൃകയിൽ കോവിഡ് ആശുപത്രി സ്ഥാപിതമായ സ്ഥലമാണ് തെക്കിൽ, കാസർഗോഡുള്ള തെക്കിൽ എന്ന് പറയുന്നത്. ഇനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണെന്ന് നോക്കാം. അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ്. ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന സംശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മിറ്റി ബോർ കമ്മിറ്റിയാണ്. രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും മുൻതൂക്കം നൽകി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് പ്രാഥമിക ആരോഗ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, കുടുംബ ആസൂത്രണം, ശുദ്ധജല വിതരണം, ജനങ്ങളുടെ ആരോഗ്യവും ബന്ധപ്പെട്ട കണക്കെടുപ്പ്, ആരോഗ്യ ബോധവൽക്കരണം, ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനം, അടിസ്ഥാന ലബോറട്ടറി സംവിധാനം. ഇപ്പം നമ്മൾ നോക്കിയത് ഇത്രയും കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ കൂടുതലുണ്ട്. ഇനി കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസിൽ അത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മുടെ LDCയുടെയും സിലബസ് ബേസുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.